ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിത്തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശത്തിലേക്ക് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ മുന്നറിവിനാലും തിരഞ്ഞെടുത്തിട്ട് ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങും. നിങ്ങളുടെ വീട്ടിൽ ജീവനുണ്ടാവും. നിങ്ങളുടെ ലൈഫിന് ജീവനുണ്ടാവും. തള്ളപ്പെട്ടിരിക്കുന്ന, അവഗണിക്കപ്പെട്ടിരിക്കുന്ന, പലരും മറന്നുപോയിരിക്കുന്ന നിന്റെ വീട്ടിൽ യേശു വരും. അവിടെ ജീവനുണ്ടാവും. അവിടെ ജീവനുണ്ടാവും. മാത്രമല്ല, താങ്കൾ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. നിന്റെ വായിലൂടെ വരുന്ന വാക്കുകൾക്കകത്ത് ജീവൻ്റെ ഉറവയെ ദൈവം തുറക്കും. നിങ്ങളുടെ വായിലൂടെ വരുന്ന ഓരോ വാചകങ്ങൾക്കകത്ത് ദൈവം ജീവൻ പകർന്നിരിക്കും. അവൻ തൻ്റെ വചനമയച്ച് അവരിലെ രോഗികളെ സൗഖ്യമാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ, വചനത്തിനകത്ത് പ്രവർത്തിക്കാനുള്ള ജീവനും ശക്തിയും ആ വ്യക്തിക്ക് രൂപാന്തരം വരുത്താനുള്ള ദൈവത്തിൻ്റെ ഇച്ഛയും ആ വചനത്തിനകത്ത് നിറഞ്ഞിരുന്നു. അതുപോലെ ഇന്ന് കേൾക്കുന്ന വചനം താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് കേൾക്കുന്ന വചനം താങ്കളുടെ ലൈഫിനെ പണിയും. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തിരുവുള്ള മലിഞ്ഞ് കരുണയോടെ പകർന്നു തരുന്ന തൻ്റെ സാന്നിധ്യത്തിനകത്ത് ജീവനുണ്ടാവും. 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 ഷയോ മഹാസ് ഹലോ ഷഹിബ്സ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇതിനകത്ത് ചില വ്യക്തികളെ വിളിക്കുന്നുണ്ട്. ദൈവം ഇതിനകത്ത് ചില വ്യക്തികളെ വിളിക്കുന്നുണ്ട്. ഈ മെസ്സേജിൻ്റെ മധ്യത്തിലോ അവസാനത്തിലോ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അടിയനേതാ എന്ന് പറയാൻ മടിക്കരുത്. ദൈവം ചില കല്ലുകളെ തെരഞ്ഞു തുടങ്ങി. കർത്താവ് ചില കല്ലുകളെ തെരഞ്ഞു തുടങ്ങി. പരിശുദ്ധാത്മാവ് ചില കല്ലുകളെ തിരഞ്ഞു തുടങ്ങി. അൽമൈറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം, പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം? പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം എടുത്ത ആർക്കെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠം. ആ വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായത് മനുഷ്യനാൽ നിന്ദിതം. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായത് മനുഷ്യരാൽ നിന്ദിതം. ഒന്നും കൂടെ ആ വചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ
ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി എണ്ണപ്പെട്ടത് മനുഷ്യന് നിന്ന, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി കണക്കാക്കിയതിനെ മനുഷ്യന് പുച്ഛം, ദൈവസന്നിധിയിൽ നിക്ഷേപം ഉള്ളതിനെ, ശ്രേഷ്ഠമായ ഒന്നിനെ മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലാത്തത്. എന്നാൽ ഇന്ന് നിക്ഷേപം ദൈവസന്നിധിയിൽ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വചസ്സുകൾ കൊണ്ട് നിക്ഷേപം സ്വരൂപിച്ചിരിക്കുന്ന, ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുന്ന, മനുഷ്യരിൽ നിന്ന് കൈ അടർത്തി മാറ്റി ദൈവസന്നിധിയിലേക്ക് കൈകൾ കൊടുത്തിരിക്കുന്ന ആരെയൊക്കെയോ നോക്കി ദൈവാത്മാവ് പറയുന്നു, നീ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠം. ബൈബിൾ പറയുന്നു, മനുഷ്യർ തള്ളിയത് എങ്കിലും. ഒരു വ്യക്തിയുടെ ആത്മീയ പുരോഗതിക്കും വളർച്ചയ്ക്കും എന്ത് ചെയ്യണം, അവൻ ക്രിസ്തുവിൽ ആരാണ് എന്ന് പത്രോസ് ലേഖനമെഴുതിയപ്പോൾ, ആത്മീയ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ഈ വചനം പഠിച്ചാൽ ഒരു വ്യക്തി എങ്ങനെയാകണമെന്നും കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു വചനം കൂടെയാണ് ഈ വചനമെന്ന് മനസ്സിലാക്കാൻ കഴിയും. വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർ തള്ളിയത് എങ്കിലും. അവിടെ എനിക്കൊരു ഹോപ്പുണ്ട് എന്ന് പറയാൻ ഇഷ്ടമുണ്ട്. ഒരു പ്രതീക്ഷ ഇതിനകത്ത് കിടപ്പുണ്ട്. മനുഷ്യർ തള്ളിയ ഞാനിനി ആരുടെ മുമ്പിൽ, മനുഷ്യർ തള്ളിയ ഞാനിനി ആരുടെ മുമ്പിൽ ജീവിക്കാനാണ്? മനുഷ്യർ തള്ളിയ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ അവസരം തരാത്ത ഞാനിനി എൻ്റെ കഴിവുകൾ എങ്ങനെ തെളിയിക്കും? മനുഷ്യരുടെ മുമ്പിൽ എന്നെ തെളിയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ മുമ്പിൽ എന്നെ തെളിയിക്കാനാണ്? മനുഷ്യൻ കനിഞ്ഞില്ലെങ്കിൽ, മനുഷ്യൻ കണ്ണു തുറന്നില്ലെങ്കിൽ, മനുഷ്യന് പ്രീതി തോന്നിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് മനുഷ്യനിൽ ആശ്രയിക്കുന്ന, മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരണം എന്നാഗ്രഹിക്കുന്ന, മനുഷ്യൻ്റെ ഒരു സാങ്ഷന് വേണ്ടി, ഒരു പ്രീതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ഈ മനുഷ്യൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ എന്ന അളവിൽ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവപൈതലേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തി നിങ്ങൾ വിചാരിച്ച കാര്യം തള്ളിയാൽ പോലും ഞാൻ ഈ വചനത്തിൽ നിന്ന് ഉറച്ച് നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായതിനെ മനുഷ്യൻ തള്ളിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാകുക ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കേണ്ട ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതാഭിലാഷമായി മാറേണ്ട ഒരു കാര്യമാണ്. അവൻ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ പദവിയിലെത്തുക. എന്താണ് താങ്കളെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ പദവിയിൽ എത്തിക്കുന്നത്? ഒബ്വിയസ്ലി ദൈവവുമായിട്ടുള്ള നിഷ്കളങ്കമായ ബന്ധമാണ് ഒരുവനെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയിൽ എത്തിക്കുന്നത്. ആവറേജ്, ബിലോ ആവറേജ്, എബവ് ആവറേജ് എന്നൊക്കെ നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഇതിൽ ആവറേജ് ലെവലിൽ നിൽക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. ബിലോ ആവറേജിൽ പോകാനേ പാടില്ല. എബവ് ആവറേജ് എന്ന ലെവലിൽ നിൽക്കുകയും ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിലും, ഒരു മനുഷ്യൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലും വിലവയ്ക്കാൻ കഴിയാത്തത്രയും ആത്മീയ മൂല്യം ഒരു ദൈവ പൈതലിന് അല്ല, ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു മനുഷ്യൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലും, ഞാൻ ആരെയൊക്കെയോ നോക്കിയാണ് ഇത് പറയുന്നത്, മനുഷ്യൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന് വില കൊടുക്കുന്ന ആരെയൊക്കെയോ നോക്കിയാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. മനുഷ്യൻ നിങ്ങളുടെ പ്രോഗ്രസ് അളക്കുമ്പോൾ, മനുഷ്യൻ നിങ്ങളുടെ പ്രെയർ ലൈഫിന് വിലയിടുമ്പോൾ, മനുഷ്യൻ നിങ്ങളുടെ മെസ്സേജിനും മനുഷ്യൻ നിങ്ങളുടെ മിനിസ്ട്രിക്കും
നിങ്ങളുടെ ശുശ്രൂഷ രീതികൾക്കും നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനും വിലയിടുമ്പോൾ മനുഷ്യന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കയറിപ്പറ്റാൻ വേണ്ടുന്ന മിനിസ്ട്രി ആകരുത്. മനുഷ്യന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കയറിപ്പറ്റാൻ കഴിയുന്ന ആത്മീയതയോ ആത്മീയ ദർശനമോ ആകരുത്. പിന്നെയോ ദൈവത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കയറുക. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവൻ ബിലോ ആവറേജ് ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ അവൻ ഫെയിൽഡ് എന്നായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നൊക്കെ പറയാനായിരിക്കും സാധ്യത. ഹേയ്, മനുഷ്യന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പേരില്ലാത്ത താങ്കളുടെ, മനുഷ്യന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണാത്ത താങ്കളുടെ, മനുഷ്യ മനസ്സിൽ കാണാത്ത താങ്കളുടെ, മനുഷ്യ ചിന്തകളിൽ കാണാത്ത താങ്കളുടെ, മനുഷ്യന്റെ കൂട്ടായ്മകളിൽ കാണാൻ സാധ്യതയില്ലാത്ത താങ്കളുടെ ഇമേജും ലൈഫും ഫ്യൂച്ചറും ദൈവത്തിന്റെ സന്നിധിയിൽ സെറ്റിൽഡ് ആണ്. നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ സന്നിധിയിൽ സെക്യൂർ ആണ്. ദൈവത്തിന്റെ സന്നിധിയിൽ സെക്യൂറായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ലിസൺ മീ, ദൈവത്തിന്റെ സന്നിധിയിൽ സെക്യൂർ ആയിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ സെക്യൂർ ആയിരിക്കുക. ഇതൊരു ഭയങ്കര വലിയ കാര്യമാണ്. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിലും സെക്യൂർ അല്ല, ദൈവത്തിന്റെ സന്നിധിയിലും സെക്യൂർ അല്ലാത്ത രീതിയിൽ പോകുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. കാരണം അവരുടെ ലൈഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു കവറിങ് അവർക്കില്ല. അവർ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല. അവർ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ അവർക്കൊരു നീതിയില്ല. അവർക്ക് തന്നെ ഞാൻ സ്പിരിച്വൽ ലൈഫിൽ ബെറ്റർ ആണെന്നൊരു തോന്നലില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ പോകുന്ന ആളാണോ? ആരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് എന്ന ചിന്ത ഇല്ലാത്തവരെ കുറിച്ചാണ് ഞാനത് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതം ദൈവസന്നിധിയിൽ സെക്യൂർ അല്ല, അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡിൽ അവർ സെക്യൂർ അല്ല. The demons can attack you. The demons can enter in your life. Fasharala barakhosatayaba. Shakatalaba. നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഒരു വേലി കെട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ അതിർ തിരിച്ചൊരും അതിൽ കെട്ടുന്നില്ലെങ്കിൽ, ദുരാത്മാവിനും ദുർശക്തികൾക്കും മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തും ഏതു രൂപത്തിലും ഏതു ഭാവത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ബിക്കോസ് യു ആർ നോട്ട് സെക്യൂർ ആൻഡ് സേഫ് ഇൻ യുവർ സ്പിരിറ്റ് realm. If you are not praying in your life, the demons can enter in your life. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ സെക്യൂർ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവയുടെ മനുഷ്യൻ തള്ളിയതുപോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദുർശക്തികൾക്ക്, ഡീമൺ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റിന് നിങ്ങളെ എടുത്തിട്ട് പന്ത് തട്ടാൻ പറ്റും. മോളെ, ഈ ദൂത് നിന്നോടാണോ? നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ബ്രദറെ, ഈ ദൂത് നിന്നോടാണോ? അമ്മാമേ, ഈ ദൂത് അങ്ങയോടാണോ? അപ്പച്ചാ, ഈ ദൂത് അങ്ങയോടാണോ? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ ഒട്ടും പ്ലാൻഡ് ആയിട്ടല്ല ഇങ്ങോട്ട് കയറിയേ. കാരണം എൻ്റെ മെസ്സേജ്, എൻ്റെ കർത്താവ് തന്ന വചനം ഇതാണെങ്കിലും എന്നെ കർത്താവ് മറ്റൊരു റേഞ്ചിലേക്ക് കയറ്റി നിർത്തിയേക്കുന്നത് ഞാൻ സ്പിരിറ്റിൽ സെൻസ് ചെയ്യുന്നു. സ്കൈനോഷ് ഐഗർബ സൽഗോഷ് ബറോസാതേരിയ ശബാഘോഷയസി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേലൊരു ദൈവശക്തി റിലീസാവും.
ഡെലിവറൻസുകൾ നടക്കും. ലേയാറോ സബ്ബാസ്. നിന്നോട് നുണ പറയുന്ന ഒരു ആത്മാവ് നിന്നെ വിട്ടുപോകും. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നും, നീ പ്രാർത്ഥിച്ചാൽ ഫലമില്ലെന്നും, നീ പ്രാർത്ഥിച്ചാൽ വിടുതലില്ലെന്നും, ഇനി ഏതെങ്കിലും മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നിന്നോടാണ് ഈ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്. ടേൺ ബാക്ക് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. ശലബ രഥയ ഖസതയബ രഥയ ഗോസതയബ റുഖോമോഷയ തരലബബബബബ ലെമറഹസിയ. In the name of Jesus. Holy Ghost. മനുഷ്യൻ തള്ളിയത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാകണമെങ്കിൽ ഒരു ശ്രേഷ്ഠകരമായ ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കണം. പത്രോസ് പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ഷാൽബ്രോഹോസിയ, അവൻ്റെ അടുക്കൽ വന്നിട്ട്. ഈ അവനാര? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്. ഞാൻ എവിടുന്ന വന്നേ? ഞാൻ വന്നത് മനുഷ്യൻ തള്ളിക്കളഞ്ഞെടുത്തുന്ന. ഞാൻ എവിടുന്ന വന്നേ? മനുഷ്യൻ കടക്കടാപ്പുറത്ത് എന്ന് പറഞ്ഞെടുത്തുന്ന. ഞാൻ എവിടുന്ന വന്നേ? മനുഷ്യൻ ഇവൻ മണ്ടന എന്ന് പറഞ്ഞെടുത്തുന്ന. ഞാൻ എവിടുന്ന വന്നേ? നീയും ജീവിച്ചു, ജീവിച്ചിട്ട് നീ എന്തോ ഉണ്ടാക്കി എന്ന് ചോദിച്ചെടുത്തുന്ന. Am I right? അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരില്ലേ അതിനകത്ത്? എടാ, നീ ഇത്ര കാലം ജീവിച്ചല്ലോടാ, നാണോ ഉണ്ടോ നിനക്ക്? നീ എന്തോ ഉണ്ടാക്കി ഇത്രയും കാലം ജീവിച്ചിട്ട്? In the name of God, Holy Ghost, എനിക്ക് ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെയൊക്കെ ആരൊക്കെയോ ചോദിച്ച ശബ്ദങ്ങളൊക്കെ എനിക്ക് കേൾക്കാം. നിങ്ങളുടെ ജെൻഡറിനെ വരെ ചോദ്യം ചെയ്ത ആൾക്കാരുണ്ടാവും. എവിടുന്നാ വന്നേ? ആർക്കും വേണ്ടാത്തടുത്തുനിന്ന്. എവിടുന്നാ വന്നേ? വട്ട പൂജ്യത്ത് നിന്ന്. എവിടുന്നാ വന്നേ? മരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചെടുത്തുനിന്ന്. മനുഷ്യൻ തള്ളിക്കളഞ്ഞ ഇടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ. അവിടുന്നൊക്കെ വന്നിപ്പോ എവിടെ നിൽക്കുന്നേ? ജീവനുള്ള കല്ലിന്റെ അടുത്ത്. Come on, somebody shout hallelujah. ജീവനുള്ള കല്ലിന്റെ അടുത്താന്ന് ഉറപ്പുള്ളവര് മാത്രമേ ഹല്ലേലൂയ പറയാവുള്ളൂ. പാസ്റ്റർ പറഞ്ഞുകൊണ്ട് പറയാൻ നിൽക്കല്ല. ജീവനുള്ള കല്ലിന്റെ അടുത്താ നിൽക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ മേലും ആ ജീവൻ പറ്റിപ്പിടിച്ചേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, പെർഫ്യൂം ഷോപ്പിൽ ചെന്നിട്ട് നല്ലൊരു സെന്റ് മേടിക്കാനോ അത്തറ് മേടിക്കാനോ ഊത് മേടിക്കാനോ ഒക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കയറി അതിനകം ഒന്ന് ചുറ്റിക്കളഞ്ഞിട്ട് 10 മിനിറ്റ് നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ ഗന്ധം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും. ആ ഫ്രാഗ്രൻസ്, ആരോമ. മോളെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹെവൻലി ആരോമ നമ്മുടെ വീടുകൾക്കകത്ത് നമുക്ക് സ്മെൽ ചെയ്യാൻ കഴിയും. ഇഫ് യു ആർ ഓപ്പൺ ഇൻ സ്പിരിറ്റ്. ഇന്ന് പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. നമ്മുടെ സ്പിരിറ്റിൽ ആരോമ സെൻസ് ചെയ്യാനുള്ള ഓർഗൻ ആക്റ്റീവ് ആണെങ്കിൽ ഹെവൻലി ആരോമ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും. ഹോളി സ്പിരിറ്റ്, ഹോളി നെയിം. നീ എവിടുന്നാ വന്നേ? ചെളിയുന്ന. എവിടുന്നാ വന്നേ? വയലിന്ന. എവിടുന്നാ വന്നേ? ദൂരെ പന്നികൾക്ക് കൊടുക്കുന്ന വാളവിര പോലും തിന്നാൻ കിട്ടാത്ത ദൂരസ്ഥലത്തുനിന്ന്. നീ എവിടുന്നാ വന്നേ? പുറത്താക്കപ്പെട്ടെടുത്തുന്ന. നീ എവിടുന്നാ വന്നേ?
മനുഷ്യൻ തള്ളിക്കളഞ്ഞെടുത്തുന്ന. നീ എവിടുന്നാ വന്നേ? പത്മോസിന്ന്. നീ എവിടുന്നാ വന്നേ? അസ്ഥിത്താഴ്വരയെന്ന്. നീ എവിടുന്നാ വന്നേ? ആർക്കും വേണ്ടാത്തടുത്തുന്ന. നിനക്ക് അപ്പനും അമ്മയില്ലേ? ഉണ്ട്. നിനക്ക് സഹോദരങ്ങളില്ലേ? ഉണ്ട്. എന്നിട്ട് അവർക്കൊന്നും നിന്നെ വേണ്ട. പക്ഷെ നിന്നെ വേണ്ട ഒരാളുണ്ട്. നീ എവിടുന്നാ വന്നേ? ശൂന്യാവസ്ഥയെന്ന. മക്കളെ, അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അപ്പനും അമ്മയും ഇല്ലാത്തവരും സഹോദരങ്ങളില്ലാത്തവരും അല്ല, അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉള്ളവരാണ് അനാഥ. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് നീ മാത്രമേ ഉള്ളോ? അല്ല, മറ്റൊരാളുണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ജീവിക്കുക. അപ്പൊ അയാളുടെ അവസ്ഥയോ? എല്ലാവർക്കും അവനെ വേണം. എല്ലാവർക്കും അവനെ വേണം. പുള്ളി എവിടെയാ? ഖത്തർ, ഒമാൻ, ഓസ്ട്രേലിയ, USA, നിരവധി ബിസിനസ്സുകൾ, മുദ്ര പതിപ്പിച്ച കാറുകൾ, അനേക ബന്ധങ്ങൾ, സമ്പത്ത്, സാമ്രാജ്യം. ഹേയ്, ശൂന്യതയിൽ ഇറക്കപ്പെട്ട് മനുഷ്യൻ തള്ളിക്കളഞ്ഞിട്ട് ഒന്ന് നന്നാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിട്ടും ഉയരങ്ങളിലേക്ക് കയറാൻ കഴിയാതെ ശാപമോ മനുഷ്യനോ ആരൊക്കെയോ താഴേക്ക് വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ തേടിയ സ്വർഗം യേശുക്രിസ്തു എന്ന നാമത്തിൽ ഇറങ്ങി വന്നത് ഇന്നും അവൻ ജീവിക്കുന്നു. മരിച്ചവനായിട്ടല്ല, ജീവനുള്ളവനായി ജീവിക്കുന്നു. അവന്റെ അരികിലേക്ക് തള്ളപ്പെട്ട ഇടത്ത് നിന്ന് സ്വർഗം നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. In the name of Jesus. Hallelujah. Holy name. യേശുവിന് നിന്നെ വേണം. Because you are valuable for my God. യേശുവിന് നിന്റെ പേര് വേണം. നിന്റെ പേര് പലർക്കും ഉച്ചരിക്കാൻ നാണക്കേടാ. അയ്യേ, അവനോ, ആ കുടുംബം, അവളോ? പക്ഷെ യേശുവിന് നിന്റെ പേര് വേണം. പലർക്കും നിന്റെ പേര് കേൾക്കുന്നത് തന്നെ അസ്വസ്ഥതയും അലർജിയും അയ്യയും ആയിരിക്കും. പക്ഷേ നിന്റെ പേരിന് വില വരുന്നത് നിന്റെ പേരിനോട് കൂടെ സൺ ഓഫ് ഗാഡ് എന്നോ ഡോട്ടർ ഓഫ് ഗോഡ് എന്നോ ചേർക്കുമ്പോഴാണ്. യേശുവിന്റെ പേര് നിന്റെ പേരിനോട് കൂടെ ചേരുമ്പോൾ നിന്റെ പേരിന്റെ മേലുണ്ടാവും. Name of Jesus. യേശുവിൻ്റെ പേരിൻ്റെ കൂടെ നമ്മുടെ പേരോട് ചേരുമ്പോഴേ ആ പേരിന് ഒരു വിലയുണ്ടാവും. കർത്താവ് നിന്നെ തൊടുന്നുണ്ടോ? ദൈവസാന്നിധ്യം നിന്നെ മൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ കർത്താവ് എന്നോട് പറയുക, ആ കണ്ണുകൾ ഒരുപാട് പേരെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് കാണാം, കർത്താവിൻ്റെ കണ്ണുവരെ നിറയുന്നുണ്ട് ചിലരെ നോക്കുമ്പോൾ. ബിക്കോസ് ആരോ ഇപ്പോൾ ഈ സത്യം തിരിച്ചറിയുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടല്ലേ എന്നിപ്പോൾ ആരോ തിരിച്ചറിയുന്നു. യെസ്, പ്രതീക്ഷയുണ്ട് ഈ സത്യം തിരിച്ചറിയുമ്പോൾ. മനുഷ്യൻ മനുഷ്യർ തള്ളിയതെങ്കിലും, എനിക്ക് ആ വാക്കാ ഇഷ്ടം, എങ്കിലും ഒരു ഹോപ്പുള്ളത് കൊണ്ടൊരു എങ്കിലും അവിടെ കിടക്കുന്നേ. ഒരു ഹോപ്പുണ്ട് സഹോദരി, ഒരു ഹോപ്പുണ്ട് അമ്മാമേ, ഒരു ഹോപ്പുണ്ട് അച്ഛാ, ഒരു ഹോപ്പുണ്ടെന്ന് സഹോദര, ഒരു ഹോപ്പുണ്ട്. മനുഷ്യർ തള്ളിയത് എങ്കിലും. ഇത് ഭൂമിയിലൊരു മനുഷ്യന്റെ വാക്കിന് ഇങ്ങനെ വരില്ല കേട്ടോ. ഭൂമിയിലൊരു മനുഷ്യൻ പറഞ്ഞ, നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോവുക, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി, നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ലെറ്റർ ചോദിച്ചു, നിങ്ങൾക്ക് കൊടുക്കാനില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ ഇതിന് മുന്നേ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ എന്തുവാ പ്രൂഫൊന്നുമില്ല. അതെന്നാ കാര്യം? നീ ആ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്തതല്ലേ? ലീഗലി അല്ല, എന്നെ അവർ ടെർമിനേറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പനിയാണെങ്കിൽ നിങ്ങളെ എടുക്കുവോ ഇല്ലയോ? നിങ്ങളെ ടെർമിനേറ്റ് ചെയ്ത വ്യക്തി ഞങ്ങളുടെ കമ്പനി ജോലിക്ക് വന്നു. ഇവനെ ടെർമിനേറ്റ് ചെയ്യത്തക്ക കാരണം എന്തോ കുരുത്തക്കേട് അവൻ അവിടെ കാണിച്ചിട്ടാണ് ഇവനെ ടെർമിനേറ്റ് ചെയ്തത്. സോ നിനക്ക് ഇവിടെ ജോലിയില്ല, തള്ളും. കാരണം ഒരു മനുഷ്യൻ തള്ളി, ഇവിടെ നിനക്ക് അക്സെപ്റ്റൻസ് ഇല്ല. ഇത് മാനുഷിക ലോകത്തിലെ വ്യവസ്ഥ, നിയമം.
എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനല്ല ബൈബിൾ പഠിപ്പിക്കുന്നേ. ദൈവരാജ്യത്തിൽ മനുഷ്യർ തള്ളിയത് എങ്കിലും, ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഭൂമി തള്ളും, മനുഷ്യൻ തള്ളും, എല്ലാവരും തള്ളും. പക്ഷെ പിന്നത്തേതിൽ അവനെ അംഗീകരിക്കേണ്ടി വരും. കാരണം യേശു കർത്താവിനെ തള്ളി 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 അവസാനം കല്ലറയോളം തള്ളി, കല്ലറയോളം തള്ളി, കല്ലറയോളം തള്ളി. തള്ളിക്കഴിഞ്ഞിട്ട് മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപേ കുറേ പേർ അംഗീകരിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ബാക്കിയുള്ളവരും അംഗീകരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ മരണത്തിന് മുൻപേ കുറേ പേർ അംഗീകരിച്ചു. അതിനേക്കാൾ ഇരട്ടി ജനം തന്നെ ക്രൂശിച്ചവർ പോലും പിന്നത്തേത് ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ തന്നെ എന്ന് പറയത്തക്ക നിലയിൽ സ്ഫോടനാത്മകമായ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടന്നു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യർ തള്ളിയത് എങ്കിലും ദൈവസന്നിധിയിൽ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയും തള്ളി. പക്ഷെ എൻ്റെ കർത്താവ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനായിരുന്നു. ഞാൻ അതാ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നു, നമുക്കും ദൈവസന്നിധിയിൽ ഒരു ശ്രേഷ്ഠത വേണം. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ജീവനുള്ള ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ഈ സന്ദേശം വായിക്കുമ്പോൾ ഈ മെസ്സേജ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, എല്ലാത്തിൻ്റെയും അവസാനമാണെന്നും തകർച്ചയുടെ വക്കിലാണെന്നും പ്രതീക്ഷകളൊന്നും നിലനിൽക്കുന്നില്ലെന്നും ഞാൻ അസ്തമിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്നും ഒക്കെ പറയുന്ന താങ്കളെ നോക്കിയാണ് ദൈവാത്മാവി വചനം പറയുന്നത്. നിങ്ങൾ പണിയപ്പെടലിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, നിങ്ങൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പണിയപ്പെടാത്ത ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനാകാൻ കഴിയത്തില്ല. പണിയപ്പെടാത്ത ഒരു മനുഷ്യനും ദൈവസന്നിധി ശ്രേഷ്ഠനാകാൻ കഴിയത്തില്ല. യേശു കർത്താവിൻ്റെ കയ്യിലിരുന്ന അപ്പനുറുക്കുകൾ, യേശു കർത്താവിൻ്റെ കയ്യിലിരുന്ന എൻ്റെ വാക്കിലൊരു തെറ്റുപറ്റി. യേശു കർത്താവിൻ്റെ കയ്യിലിരുന്ന അപ്പം, ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അപ്പമായിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് യേശു കർത്താവിന് കഴിച്ച് വെള്ളവും കുടിച്ച് തൃപ്തി പ്രാപിക്കാമായിരുന്നു, വിശപ്പടക്കാമായിരുന്നു. അതിലൊരു ശിഷ്യന് പോലും കർത്താവിന് വിശപ്പടക്കാൻ കൊടുത്ത് ബലപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ തൻ്റെ കയ്യിലിരുന്നതിനെ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തി, അതിനെ വാഴ്ത്തി, അതിനെ നുറുക്കിയപ്പോൾ അപ്പം നുറുക്കുകളായി. എന്നിട്ട് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിളമ്പുക, serve. Give them. Give him. Give that child. കൊടുക്ക, ആ കൊച്ചിന് കൊടുക്ക, ആ കുഞ്ഞിന് കൊടുക്ക. പുറകിൽ അവർക്ക് നിറഞ്ഞിട്ടില്ല, അവർക്ക് വിളമ്പ്. ഹേയ്, ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന താങ്കൾക്ക് ഒന്നാമത്തവന് വിളമ്പുന്ന അളവിലല്ല വിളമ്പാൻ പോകുന്നേ, രണ്ടാമത്തവന് വിളമ്പിയതുപോലെയും അല്ല വിളമ്പാൻ പോകുന്നേ. അങ്ങറ്റമിരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ, ഇന്ന് ഈ സന്ദേശം കാണുന്നതിൽ, ഞാനിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും ദൂരത്തിലിരിക്കുന്ന താങ്കൾക്ക് എത്ര അളവ് ആവശ്യമുണ്ടെന്ന്, എന്തോരം വേണ്ടി വരുമെന്ന്, നിങ്ങളുടെ സൈസ് എന്താന്ന്, നിങ്ങൾ എന്തോരം കഴിച്ചാൽ നിങ്ങൾക്ക് നിറയുമെന്ന് ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് കറക്റ്റായിട്ട് നുറുങ്ങത്തുള്ളൂ. പണിയപ്പെട്ടു, ആ അപ്പം നുറുങ്ങി. എൻ്റെ യേശുക്രിസ്തുവാകുന്ന അപ്പവും, യേശുക്രിസ്തു എന്ന അപ്പവും നുറുങ്ങേണ്ടതുപോലെ നുറുങ്ങി. തിരുവനന്തപുരത്തുള്ള എനിക്ക് വേണ്ടി നുറുങ്ങി. അവിടെ ഇരുന്ന് കാണുന്ന താങ്കൾക്ക് വേണ്ടി നുറുങ്ങി. നിങ്ങളുടെ അയൽ രാജ്യക്കാരന് വേണ്ടി നുറുങ്ങി. എല്ലാവർക്കും വേണ്ടിയും നുറുങ്ങി. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പോലല്ല യേശു എനിക്ക് പ്രയോജനപ്പെടുന്നത് പോലല്ല മറ്റൊരു വ്യക്തിക്ക്. എന്നാൽ എല്ലാവർക്കും അവൻ സഫിഷ്യന്റ് ആയിരുന്നു. Come on, listen me. He is sufficient for all generations.
In the name of Jesus. ഇതുപോലെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ദീപു കൃഷ്ണ എന്ന വ്യക്തി നുറുങ്ങേണ്ട ഘട്ടങ്ങൾ വരും ഉണ്ടായിരുന്നു, നുറുങ്ങി. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും പ്രയോജനപ്പെടുന്നത്. ഇവിടുന്ന് കർത്താവ് ചില ഭാഗങ്ങളിൽ തന്നെ സ്ലൈസ് ചെയ്യും. കാരണം ഇനി അടുത്തൊരു ഗ്രോത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പണിയപ്പെടണമെങ്കിൽ നുറുങ്ങലുകൾ ആവശ്യമാണ്. എല്ലാവർക്കും ഒരു ആലയത്തിന്റെ മുഴുവൻ കട്ടകളായിട്ടിരിക്കാൻ പറ്റത്തില്ല. ചില മുറിക്കല്ലുകൾ കൂടെ ചേർത്താണ് ആലയം മുഴുവനായി പണിതെടുക്കുന്നത്. എല്ലാവർക്കും മുഖ്യസ്ഥാനം വേണം, എല്ലാവർക്കും പ്രധാന സ്ഥലത്ത് ഇരിക്കണം, എല്ലാവർക്കും ഫ്രണ്ട് പോർഷൻ വേണം എന്ന് പറയുന്നതല്ല. ആലയത്തിന്റെ ഭംഗി, പൂർണ്ണത എന്ന് പറയുന്നത് പൂർണ്ണമായ കല്ലുകളോടുകൂടെ മുറിക്കല്ലുകളും കൂടെ അതിൻ്റെ കൊത്തന്മേസ്തിരി വെട്ടി ഷേപ്പ് ചെയ്ത് ഇടയിൽ കയറ്റി അതിനെ പണിതെടുക്കുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. സോ ദൈവാക്കി വെച്ചിരിക്കുന്നിടത്ത് ഏത് സ്പേസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് അവിടെ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായി തീരുക. യേശുവിൻ്റെ കയ്യിലേക്ക് വന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇതുപോലെ നുറുക്കും. പണിയപ്പെടലിൻ്റെ സമയമാണ്. ആർക്കോ വേണ്ടി ദൈവം നിന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് താങ്കളെ പണിയുകയാണ്? അല്ല, നിങ്ങളുടെ കുടുംബത്തിനുൾപ്പെടെ വേണ്ടി ദൈവം താങ്കളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയപ്പെടലിൻ്റെ സമയത്ത് അല്പസ്വല്പമൊക്കെ വേദന ജീവിതത്തിൽ വരും. ചിലപ്പോൾ കുറച്ചധികമല്ലേ ഇതെന്ന് തോന്നത്തക്ക രീതിയിൽ വരും. പക്ഷെ നീ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നുറുങ്ങലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞവൻ എങ്കിലും, മനുഷ്യർ തള്ളിയത് എങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വന്ന നമ്മെ ജീവനുള്ള കല്ലിൻ്റെ അടുക്കൽ വന്നു എന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന ഞാൻ ഇപ്പോഴും ഒരു മരണം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നു എങ്കിൽ, ലിസൺ മീ കെയർഫുള്ളി, ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന ഞാൻ ജീവനുള്ള കല്ലായി തീരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഞാൻ ഇപ്പോഴും ആ തള്ളിയെടുത്തുനിന്ന് വന്ന അതേ അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു മാറ്റവും ഇത്രയും വർഷം കൊണ്ടില്ലെങ്കിൽ, ഒരു മാറ്റവും ഇത്രയും മാസം കൊണ്ടില്ലെങ്കിൽ, ഒരു മാറ്റവും ഇത്രയും ദിവസം കൊണ്ടും ഇല്ലെങ്കിൽ, തള്ളപ്പെട്ടെടുത്തെന്ന് കർത്താവ് വിളിച്ചിട്ട് എത്ര വർഷമായി കൂട്ടി നോക്കുക. ഈ വർഷം വരെയും നിങ്ങൾ ജീവനുള്ള കർത്താവിൻ്റെ അരികിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ജീവനും പ്രാപിച്ചു, ചൈതന്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ബൈബിൾ പറയുന്നു പുത്രന് വീണ്ടും ക്രൂശീകരണം മേടിച്ചു കൊടുക്കുന്ന ഒരു റോളാണ് ഓരോരുത്തരും എടുക്കുന്നത്. ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടാവും. ജീവനുള്ള യേശു ക്രിസ്തുവിൻ്റെ, നിങ്ങൾക്ക് കേൾക്കാം ഓഡിബിൾ ആണോ? ആണ്. ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ നമ്മളും ജീവനുള്ളവരാകും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടും അത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, കമോൺ ലേബ്രോ സറ്റായാബ, ഇവിടെയാ കിടക്കുന്ന മെസ്സേജ്. കർത്താവ് ജീവനുള്ള കല്ലാണ്. ജീവനുള്ള കല്ലിൻ്റെ അടുത്ത് വന്ന ഞാൻ അതിൽ നിന്ന് സ്വീകരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്, സന്ദേശം കിട്ടുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ മെസ്സേജിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അനേക ദൈവദാസന്മാരുടെ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ജീവൻ പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഒരു ബാരിയർ ഇതിൻ്റെ നടുക്കുണ്ടെങ്കിൽ അവിടെയാണ് ചികിത്സ ആവശ്യം. ലേബ്രോ ഷെറ്റേൽ കിമിയ സിഹോറിയ, in the name of Jesus. Mighty Father, in the name of Jesus.
റസറ്റലബ. ശരിയല്ലേ? നമ്മുടെ കർത്താവിന് ജീവനില്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എവിടെയാണ് ഗിരിജ വിൻസെന്റ് പ്രശ്നം? പിന്നെ എവിടെയാണ് രമ അനിൽ പ്രശ്നം? പിന്നെ എവിടെയാണ് ശോഭ പ്രശ്നം? പിന്നെ എവിടെയാണ് ശൈലജ സുന്ദർ പ്രശ്നം? പിന്നെ എവിടെയാണ് വത്സല? എവിടെയാണ് തങ്കരാജൻ? എവിടെയാണ് അന്നമ്മ മാത്യു? പ്രശ്നം കിടക്കുന്നേ എന്തോ ഒരു ബാരിയർ. ആ ഒരു ഫ്രഷ് പവർ എന്നിലേക്ക് വരാൻ, ആ ഒരു ഫ്രഷ് അനോയിന്റിങ് എന്നിലേക്ക് വരാൻ, ആ ഒരു ലൈഫ് എന്നിലേക്ക് വരാൻ, there is some barriers besides God and me. Labrokosataya. എന്നെയും ദൈവത്തെയും കൂടാതെ മറ്റെന്തോ ഒന്നും കൂടെ ഉണ്ട്. അതാ ഞാൻ ബിസൈഡ്സ് എന്ന് പറഞ്ഞേ. എന്നെയും ദൈവത്തെയും കൂടാതെ ഞാൻ 2 അക്കൗണ്ട് ചെയ്തേ. പക്ഷെ ഞാനും ദൈവം ഉണ്ടെന്ന് എനിക്കേ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന് എൻ്റെ അടുത്തേക്ക് വരാനോ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനോ കഴിയാത്ത പോലെ എന്തോ ഒരു ബാരിയർ. ലേബ്രാസിറ്റായ. ഇന്ന് അതിനെ നീ ബ്രേക്ക് ചെയ്ത് തച്ചൊടച്ച് അതിൻ്റെ മേൽ നീ ഇന്ന് ജയോത്സവം കൊണ്ടാടാൻ പോവുക. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മനുഷ്യനിലേക്ക് ഇറങ്ങാൻ പാപമായിരുന്നു ബാരിയർ, തടസ്സം. യേശു അതിനെ ക്രൂശിൽ വെച്ച് തച്ചുടച്ച് അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ യേശു അപ്പായുടെ സഹോദരങ്ങളാണ് നമ്മൾ, മക്കളാണ് നമ്മൾ. ആ ഫാദർ ഗോഡിൻ്റെ മക്കളാണ് നമ്മൾ. ഹോളി സ്പിരിറ്റ് നെയിം ഓഫ് ജീസസ്. തയ്യാറാണോ ഇന്ന് തകർക്കാൻ? നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതിനെ തകർക്കാൻ, താങ്കളെയും ദൈവസാന്നിധ്യത്തെയും തമ്മിൽ അകറ്റുന്നതിനെ തകർക്കാൻ, താങ്കളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനെ തകർക്കാൻ, താങ്കളെയും ദൈവരാജ്യത്തെയും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യുന്നതിനെ തകർക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്കൊന്ന് വന്നു നോക്കാൻ തയ്യാറാണോ? ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്കൊന്ന് വന്നു നോക്കാൻ തയ്യാറാണോ? ആമേൻ. ഹൗ മെനി പീപ്പിൾ സേസ് ആമേൻ? ആമേൻ. ഷാൽബ്രാഖാസിയാർത്ഥന ഇന്നറബോഷേ. എത്ര പേർ തയ്യാറാ? ഇന്ന് ദൈവസാന്നിധ്യം നിൻ്റെ വീട്ടിൽ ഇറങ്ങാൻ പോകുന്നേ. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങാൻ പോവാ. How many people believes? Elohim, Jehovah, സറാസ്ബ്രി ഹോഷ്യസ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഉൾപ്പെടെ നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 യുദ്ധത്തിന് വേണ്ടി നിന്നെ ദൈവം ഇന്ന് ഒരുക്കാൻ പോവുക. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുടെ മേലെ ദൈവ സാന്നിധ്യം ഇപ്പം തന്നെ തൊടുന്ന ഞാൻ കാണുന്നുണ്ട്. പലരെയും പരിശുദ്ധാത്മാവ് തൊടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ലൗറ ഷറ്റേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ജീവനുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ വന്നെങ്കിലും, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നെങ്കിലും നിങ്ങൾക്ക് ആ ജീവൻ പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഒരു ബാരിയർ എന്നാൽ പത്രോസ് പറയുന്നു, ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനും ജീവനുള്ളവനായിരിക്കും. തീർന്നില്ല. അവൻ ശ്രേഷ്ഠനായതുകൊണ്ട് ഞാനും ശ്രേഷ്ഠതയിലെത്തും. തീർന്നില്ല. അവൻ ബഹുമാനവും മാനവും അണിഞ്ഞവനായതുകൊണ്ട് ഞാനും അതുപോലെ ആയിത്തീരും. പക്ഷേ കർത്താവിൻ്റെ ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി? 10 വർഷം, 20 വർഷം, 25 വർഷം, 5 വർഷം, 2 വർഷം, 3 വർഷം, എത്ര വർഷമായി? നിങ്ങൾക്ക് ജീവൻ കിട്ടിയോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു കല്ലുണ്ടെന്നറിയാവോ? മനുഷ്യൻ തള്ളിയതാണെന്നറിയാവോ? അവനെ, ആ യേശുവിനെ മനുഷ്യൻ തള്ളിയതാണെന്നറിയാവോ? ലൈക്ക് മീ. ആ യേശുവിനെ മനുഷ്യൻ പുറത്തിട്ടതാണെന്നറിയാവോ? ലൈക്ക് മീ. ഇത് പറയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളെന്ന് തന്നെ കാണാം. കാരണം അവൻ മനുഷ്യൻ എന്തൊക്കെ അനുഭവിക്കുമോ അതെല്ലാം ഈ ഭൂമിയിൽ അനുഭവിച്ചു. എല്ലാം അവൻ ഇനി ഒന്നും അനുഭവിക്കാനില്ല. അവൻ പാപം ഒഴികെ സകലത്തിലും
യേശു പരീക്ഷിക്കപ്പെട്ടു. അവിടെയെല്ലാം അവിടുന്ന് വിശ്വസ്തനായിരുന്നു. എന്നിട്ട് ബൈബിൾ പറയുക, എന്നിട്ടോ അവൻ കർത്താവിൻ്റെ മുമ്പിൽ വിലയേറിയവനും ശ്രേഷ്ഠനും എന്നവണ്ണം എണ്ണപ്പെട്ടു. ആ ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്ക് നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാവോ? ആ ജീവനിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ. ഹോളി സ്പിരിറ്റ് ലാബ്രാസിക മഷന്ത, ഒരു ഇമ്പാർട്ടേഷൻ, ഒരു ഇമ്പാർട്ടേഷൻ, ഒരു ഫ്രഷ് ലൈഫ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതിനെ തടയുന്ന എല്ലാ മണ്ഡലങ്ങളെയും ദൈവശക്തിയിൽ ഇപ്പോൾ ജനം ശാസിച്ചു തുടങ്ങട്ടെ. മണ്ഡലങ്ങളെയും ഓ ജീസസ് നെയിം. പ്രാർത്ഥിക്കുക. അതിനെ തടയുന്ന ആ ദൈവശക്തി സ്വീകരിക്കാൻ കഴിയാതെ, ആ ദൈവകൃപ സ്വീകരിക്കാൻ കഴിയാതെ, ആ ദൈവബലം സ്വീകരിക്കാൻ കഴിയാതെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ബാരിയേഴ്സ് break it now. Rabakaya Librosh, the name of Jesus. വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കേണ്ട സമയം, വ്യക്തിപരമായി നിന്റെ ബാരിയേഴ്സിനെ ദൈവശക്തിയിൽ തകർക്കേണ്ട സമയം, വ്യക്തിപരമായി ജീവനുള്ള കല്ലിൻ്റെ അടുത്തേക്ക് ചെല്ല്. അവിടുത്തെ ശക്തി നിന്റെ മേൽ പകർന്ന് നിന്നെ ബലപ്പെടുത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാണ്. In the name of Jesus. Pray in spirit. Rabana bashamtana baba ശബ്ദുന. എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ബാരിയേഴ്സ് ദൈവ സാന്നിധ്യം പ്രാപിക്കുവാൻ, ദൈവശക്തിയിൽ നിറയുവാൻ, ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, ജീവനുള്ള ആത്മീയ ജീവിതം നയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബാരിയേഴ്സ് ആൻഡ് ബാരിക്കേഡ്സ് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പിതാവേ, ഞാൻ ഈ ജനത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന കൃപയ്ക്കായി, അവിടുന്ന് ഇവരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന വിധങ്ങൾക്കായി, ഇവരെ കരുതുന്ന വിധങ്ങൾക്കായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി. ഇവരെല്ലാം രോഗികൾ യേശുവിന്റെ നാമത്തിൽ be healed right now. ഇവരെല്ലാം രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. റോഹോസതയ ബസകേന ഇനി മെമെമെനെ ഹോസി അവേ ഹോമിന പവർ ഇൻ ജീസസ്. സ്വർഗാത്ഭുതം ചെയ്തതിനായി സ്തോത്രം. എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, എല്ലാ ബഹുമാനവും, എല്ലാ സ്തുതിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവജനത്തിന് ഈ ശുശ്രൂഷ അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിൽ അയയ്ക്കുക. അവിടം കൊണ്ട് നിങ്ങളുടെ കർത്തവ്യം ദൈവരാജ്യത്തിൽ തീരുന്നില്ല. പകരം ഞങ്ങളുടെ രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ മീറ്റിങ്ങിനെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കാൻ കഴിയും ത്രൂ യുവർ ഷെയറിങ്സ്. സോ ഈ വീഡിയോ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്തിട്ട് ഒന്ന് കണ്ടേക്കാൻ പറയുക. കാരണം ഈ മെസ്സേജ് അത്രയും ഒരു ആത്മസാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അസാധാരണമായ ദൈവിക സ്പർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെ അകത്ത് കയറിയാണെന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ച് അതെനിക്കിവിടെ എൻ്റെ സ്പിരിറ്റിൽ അറിയാൻ പറ്റി. സോ നിങ്ങൾ ഈ മെസ്സേജ് മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക. ഒപ്പം എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ ദൈവം നിങ്ങളെല്ലാവരെയും ആ തങ്കച്ചിറകടിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.